തിരുവനന്തപുരത്തെ പൊങ്കാല ആര് കൊണ്ടുപോയി എന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തർക്കം. ഒന്ന് CPM കൊണ്ടുപോയി എന്നാണ്, ഒന്ന് BJP കൊണ്ടുപോയി എന്നാണ്. യഥാർത്ഥത്തിൽ തിരുവനന്തപുരം പൊങ്കാല എടുത്തത് ആരാണ്? തിരുവനന്തപുരത്തെ പൊങ്കാല കഴിഞ്ഞ വർഷം വരെ നടത്തിയിരുന്നത് ഈ പറഞ്ഞ പാർട്ടി ഭേദമന്യായിരുന്നു. കഴിഞ്ഞ വർഷവും ഈ പറഞ്ഞ DYFI പ്രവർത്തകരും അതുപോലെ തന്നെ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സേവാഭാരതി പോലുള്ള സംഘടനകൾ, എല്ലാ സംഘടനകളും ഒരുപോലെ നിന്നാണ് അവിടെ ഭക്ഷണ വിതരണമായിക്കോട്ടെ അതിനുശേഷമുള്ള വൃത്തിയാക്കലായിക്കോട്ടെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഇവരെല്ലാവരും ചേർന്നായിരുന്നു. പക്ഷെ ഇത്തവണത്തെ പൊങ്കാലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തതിന്റെ അതിനുശേഷമുള്ള ആദ്യത്തെ പൊങ്കാല എന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം അങ്ങ് BJP ചെയ്തോട്ടെ എന്നുള്ളൊരു നയത്തിൽ എല്ലാവരും എത്തുകയായിരുന്നു. സത്യം പറഞ്ഞാൽ VV രാജേഷ് എന്ന വ്യക്തി നയിക്കുന്ന മേയറായിരിക്കുന്ന കോർപ്പറേഷനെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള നീക്കമാണ് ഇത്തവണ അവിടെ നടന്നിട്ടുള്ളത്. അതിന്റെ പരിണിത ഫലം എന്നോണമാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള CPM അനുഭാവികളായിട്ടുള്ള പല സ്റ്റാഫുകൾക്കുമെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് മേയർ. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ആറ്റുകാൽ പൊങ്കാല ദിവസം ഈ പറഞ്ഞ ക്ലീനിങ് പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്നുള്ള മുഖ്യധാര മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ കുറച്ചധികം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെയും വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇതെല്ലാം സംഭവിച്ചത് ഈ പറഞ്ഞ CPM അനുഭവമുള്ള കുറച്ച് ഉദ്യോഗസ്ഥരുടെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ അലംഭാവം മൂലമായിരുന്നു. ഈ പരിപാടി എങ്ങനെയും അലങ്കോലമാക്കുക, BJP ഭരണം പിടിച്ചെടുത്തിട്ട് അവർക്കൊരു നഗരം വൃത്തിയാക്കി സൂക്ഷിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളൊരു നറേറ്റീവ് കൊണ്ടുവരിക, ഇതായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ VV രാജേഷ് എന്ന് പറയുന്ന മേയർ ഈ പറയുന്ന പോലെ മേയറായിട്ടോ അല്ലെങ്കിൽ ഒരു കൗൺസിലറോ ആയിട്ടോ ഒന്നും ഒരു പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിൽ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് കുറവുണ്ടെങ്കിൽ പോലും അദ്ദേഹം അത് കൃത്യമായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം ഒരു പരിധിവരെ വിജയം കാണുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് CPM പാർട്ടി ഇപ്പോൾ ഒരു ആഹ്വാനം നടത്തിയിരിക്കുകയാണ്, ഒരു വെല്ലുവിളി പോലെ ഒരു ആഹ്വാനം നടത്തിയിരിക്കുകയാണ്. അതായത് തിരുവനന്തപുരം നഗരത്തിൽ ഞായറാഴ്ച ദിവസം മാർച്ച് 8-ാം തീയതി ഞങ്ങൾ ഈ പറഞ്ഞ വൃത്തിയാക്കൽ പ്രക്രിയ നടത്തുകയാണ് എന്നുള്ളത്. ഇതിന്റെ മറ്റൊരു വസ്തുത എന്ന് പറയുമ്പോൾ ഞായറാഴ്ച എന്ന് പറയുന്ന ഈ ക്ലീനിങ് സ്റ്റാഫിന് അവധിയുള്ള ദിവസമാണ്. ഈ ക്ലീനിങ് സ്റ്റാഫ് ഇപ്പോൾ 24/7 അല്ലെങ്കിൽ ആഴ്ചയിൽ 7 ദിവസം വർക്ക് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ, അവർക്കും വേണം ഒരു അവധി ദിവസം. അപ്പൊ ഞായറാഴ്ചയാകുന്ന ഈ അവധി ദിവസം തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ പറഞ്ഞ CPMകാർ. അപ്പോൾ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ അവധി ദിവസമാണ്. ഔട്ടിങ്ങിന് മറ്റുമായി തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ തിരുവനന്തപുരത്ത് ഒരുപാട് ടൂറിസ്റ്റുകളായിട്ടും അല്ലാതെയും ഒക്കെ ആൾക്കാർ വരും. ഒരു ഉച്ചയോടുകൂടി ഒരു കുറച്ച് വേസ്റ്റ് ഒക്കെ ഉണ്ടാവും. ഉച്ചയോടുകൂടി അല്ല, സ്വാഭാവികമായിട്ടും എല്ലാ ദിവസവും രാവിലെ ഈ വൃത്തിയാക്കുന്ന ആളുകൾ വൃത്തിയാക്കാറുണ്ട്. ശനിയാഴ്ച ഫുൾ ദിവസം ഉണ്ടായിരുന്ന വേസ്റ്റ് മുഴുവൻ തിങ്കളാഴ്ച രാവിലെ ആകുമ്പോഴത്തേക്കും അത് കോരി മാറ്റി വൃത്തിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ച ദിവസം അത്യാവശ്യം എല്ലാവരും വെളിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. ഞായറാഴ്ച വൃത്തിയാക്കാൻ ഇറങ്ങുമ്പോഴേക്കും ശനിയാഴ്ചത്തെ ദിവസത്തെ മുഴുവൻ വേസ്റ്റുകളും അവിടെ കിടക്കും. അതെ, അപ്പൊ ശനിയും ഞായറും ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ തിരക്കിന്റെ കുറച്ചധികം വേസ്റ്റ് കൂടി ഉണ്ടാകും. അപ്പൊ ഇതെല്ലാം വൃത്തിയാക്കി ഒരു ഇമേജ് ബിൽഡിംഗ് ആണ് CPM ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്വന്തം ഭരണത്തിലിരുന്ന കോർപ്പറേഷനാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അവർക്ക് കയ്യിലുണ്ടായിരുന്ന അല്ലെങ്കിൽ വീണ്ടും തുടർന്നും ഒക്കെ ഭരണം പിടിക്കാൻ പറ്റുമായിരുന്ന ഒരു കോർപ്പറേഷൻ ആയിരുന്നു ഇത്. ഇപ്പോൾ UDFന്റെ വളർച്ച അവിടെ ക്രമാതീതമായി ഉയരുന്നുണ്ടെങ്കിൽ പോലും CPMന് പിടിച്ചു വെക്കാൻ പറ്റുമായിരുന്നു. കഴിഞ്ഞ ആര്യ രാജേന്ദ്രൻ മേയർ ആയിരുന്ന കോർപ്പറേഷൻ വൻ പരാജയമായതുകൊണ്ട് തന്നെയാണ് BJPക്ക് അവിടെ ഒരു ഇടം കിട്ടിയത്. കൃത്യമായി അവർ വർക്ക് ചെയ്തിട്ടുണ്ടില്ല എന്നല്ല, വെറുതെ വീണ് കിട്ടിയ അവസരവുമൊന്നും ആയിരുന്നില്ല. എന്നിരുന്നാൽ തന്നെയും അപ്പോൾ ഉയരാൻ പറ്റാത്ത ശബ്ദങ്ങൾ, അന്ന് ഉയർന്നു കേൾക്കാത്ത ശബ്ദങ്ങളെല്ലാം ഇപ്പോൾ ഉയർന്നു കേൾക്കുകയാണ്. ഇപ്പോൾ പറയുകയാണ് BJP ചെയ്യുന്നത് ശരിയല്ല, VV രാജേഷ് നയിക്കുന്ന ടീം കൊള്ളില്ല എന്ന് പറയാൻ ഒരു നറേറ്റീവ് മാധ്യമങ്ങളിലൂടെ ഇവർ ശ്രമിക്കുന്നുണ്ട്. ഇതിവർ ഭരണത്തിൽ ഇരുന്ന കാലത്ത് ചെയ്തിരുന്നെങ്കിൽ ഈ ഭരണം പോയില്ലായിരുന്നു. പക്ഷെ അവിടെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ CPM അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കുകയാണ്, പക്ഷെ BJPക്ക് എന്തുകൊണ്ടാണ് ഇത് പൊളിക്കാൻ കഴിയാത്തത്? ഇപ്പോൾ BJPയെ സംബന്ധിച്ച് BJP കൃത്യമായിട്ട് ഇടപെട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം വെള്ളത്തിൻ്റെ കാര്യത്തിൽ വലിയ വിഷയങ്ങൾ അവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നീട് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ടതാണ്, അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൊക്കെ ആ സമയം തന്നെ കല്ലുകളൊക്കെ എടുത്ത് മാറ്റിയിടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ പൊങ്കാലയ്ക്ക് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. പൊങ്കാലയുടെ കല്ല് മാറ്റുന്നതിന് ഇത്ര രൂപ, പൊങ്കാല ഇട്ട സ്ഥലം വൃത്തിയാക്കിയ ആളുകൾക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര രൂപ എന്നുള്ള രീതിയിലുള്ള വലിയ വിവാദങ്ങൾ നമ്മൾ കേട്ടതാണ്. പക്ഷെ ഇപ്പോഴത്തെ തിരുവനന്തപുരത്തെ പൊങ്കാല ഒരു വിവാദമായിരിക്കുന്നത്, പൊങ്കാല ആര് നടത്തിയതാണ് ഏറ്റവും നല്ല പൊങ്കാല? BJPയുടെ കയ്യിലേക്ക് പൊങ്കാല എത്തുന്നു. അപ്പോൾ നമുക്കറിയാം ഒരു കോർപ്പറേഷൻ ഭരിക്കുമ്പോൾ അവരായിരിക്കും അതിൻ്റെ
മുന്നിൽ നടത്തിപ്പുകാരായിട്ട് നിന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പോൾ തിരുവനന്തപുരത്ത് ആരാണ് പൊങ്കാല മികച്ചതായിട്ട് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആര്യ രാജേന്ദ്രൻ ഇതിലും മികച്ചതായിട്ട്, അതായത് പ്രായപൂർത്തിയാവാത്ത കൊച്ചു വരെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പൊങ്കാല ഇതിലും മനോഹരമായി ചെയ്തിട്ടുണ്ട്. BJPയുടെ കയ്യിൽ എത്തിയതുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ അലങ്കോലമായത് എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. നമുക്കറിയാം. അപ്പോൾ എന്താണെങ്കിലും ഉദ്യോഗസ്ഥ വൃന്ദരെ ഒന്നും കയ്യിലടക്കാൻ എത്ര കണ്ട് പാർട്ടി സംവിധാനം ഉണ്ടെന്നോ അധികാരമുണ്ടെന്നോ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ ഈ ആര്യ രാജേന്ദ്രൻ പ്രായപൂർത്തിയാകാത്ത ഒരു കൊച്ചിനെ കൊണ്ട് പറ്റി, VV രാജേഷിനെ കൊണ്ട് പറ്റിയില്ല എന്ന് ചോദിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആര്യ രാജേന്ദ്രന് പറ്റിയ പിഴകൾ സംഭവിച്ചപ്പോഴെല്ലാം തന്നെ CPM ഇതിന്റെ ഉത്തരവാദിത്തം ഇട്ടതും ഈ പറഞ്ഞ പ്രായപൂർത്തിയാകാത്ത കൊച്ചിന്റെ തലയിൽ തന്നെയായിരുന്നു. അന്ന് ഈ പറഞ്ഞ ഉത്തരവാദിത്വം തുല്യമായി ഏറ്റെടുത്ത് ഈ പരാജയം ഞങ്ങളുടെ എല്ലാം തോൽവി തന്നെയാണ്, ഈ കുട്ടിയുടെ കയ്യിൽ ഈ ഉത്തരവാദിത്വം കൊടുത്തപ്പോൾ ഞങ്ങൾക്കെല്ലാം അതിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ള ആർജം അവിടെ ആരും കാണിച്ചിട്ടില്ല. ഇപ്പോൾ VV രാജേഷിനെ കൊണ്ട് ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ പൊങ്കാല എന്ന് പറയുന്നത് ആറ്റുകാൽ ഗ്രൗണ്ടിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ആറ്റുകാൽ ഗ്രൗണ്ടിൽ നിന്ന് കിലോമീറ്ററുകളിലിപ്പുറം 4 വശത്തേക്കും റോഡുകളുടെ 2 സൈഡിലും റോഡിന്റെ നടുക്ക് വരെ ഉണ്ട്. ഈ പറഞ്ഞ ഡിവൈഡറിന്റെ സൈഡിൽ അതെ, റോഡിന്റെ നടുക്ക് വരെ പൊങ്കാല ഇടുന്നുണ്ട്. ഒരുപാട് ടണ്ണ് വേസ്റ്റ് വരുന്ന ഒരു സ്ഥലമാണ്. ഈ കോർപ്പറേഷനിലുള്ള 55 കൗൺസിലർമാരോ അല്ലെങ്കിൽ 100 കൗൺസിലർമാരോ 110 കൗൺസിലർമാരോ ഒരുമിച്ചിറങ്ങിയാൽ പോലും വൃത്തിയാകാനാകില്ല. ഈ പറഞ്ഞ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഏത് രാഷ്ട്രീയ അനുഭവത്വമുള്ള ഉദ്യോഗസ്ഥരാണെങ്കിലും സ്റ്റാഫുകളാണെങ്കിലും ഇവരെല്ലാം ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. കഴിഞ്ഞിട്ടില്ല. ഇതുപോലുള്ള യുവജന സംഘടനകൾ, DYFI, സേവാഭാരതി, അതുപോലുള്ള പല സംഘടനകളുടെയും ഭാഗഭാഗിത്വം ഇതിൽ ആവശ്യമാണ്. ഇവരെല്ലാം മാറി നിന്ന് കൈകെട്ടിക്കൊണ്ട് ഇവർ വേണമെങ്കിൽ ചെയ്തോട്ടെ, ഇവർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് നമുക്കൊരു മാധ്യമ നറേറ്റീവായിട്ട് എടുക്കാമെന്ന് തീരുമാനിച്ചിടത്താണ് പ്രശ്നമുണ്ടായത്. ഈ പറഞ്ഞ ഒരു 50 കിലോമീറ്റർ നീളത്തിൽ വേസ്റ്റ് കിടക്കുമ്പോൾ അത് മേയർക്ക് നേരിട്ട് വന്ന് വൃത്തിയാക്കാൻ കഴിയില്ലല്ലോ. ഒരു കാര്യം മനസ്സിലാക്കണം, അവസാന നിമിഷം വരെ ഇടറോഡുകളിൽ വരെ പോയി വേസ്റ്റ് എല്ലാം വൃത്തിയാക്കി ആ നഗരം ഉറങ്ങുന്നത് വരെ VV രാജേഷ് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ VV രാജേഷ് എന്ന വ്യക്തി ഇപ്പോൾ രാഷ്ട്രീയ കാര്യം എന്തോ ആയിക്കോട്ടെ, രാഷ്ട്രീയമായി ഈ പറഞ്ഞ എതിർപ്പുകൾ എന്തും ഉണ്ടായിക്കൊണ്ടിരിക്കാം. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് നേഷൻ ഫസ്റ്റിന് വേണ്ടിയിട്ട് VV രാജേഷ് സാറിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം സംസാരിച്ചു തുടങ്ങുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൊണ്ടുപോയോ എന്നുള്ളൊരു തോന്നലിൽ നിന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്ത് വേണം, നഗരത്തിന് എന്താണ് വേണ്ടത്, നഗരത്തിന് എന്താണ് ഇല്ലാതിരുന്നത്, ആദ്യം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ആദ്യം ഞാൻ എന്താണ് ഒപ്പിട്ടത്, ഇനിയുള്ള ദിവസങ്ങളിൽ എന്താണ് ആവശ്യം എന്നുള്ളതിനെ പറ്റി കൃത്യമായി ക്ലാരിറ്റി ഉള്ളൊരു നേതാവാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയുള്ളൂ. മാറി നിന്ന് കൈകെട്ടി നിന്ന് ഇതിനെല്ലാം വിമർശിക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. എന്താണെങ്കിലും തിരുവനന്തപുരത്തെ പൊങ്കാല BJP ആണോ CPM ആണോ കൊണ്ടുപോയത് എന്നുള്ള ചോദ്യം അവിടെ തന്നെ ബാക്കിയാണ്. അത് കൊണ്ടുപോകാൻ ഒന്നുമില്ല. കാരണം ഇത് ജനങ്ങൾ നടത്തിയൊരു പൊങ്കാലയാണ്. എല്ലാവരുടെയും കൂടെ കൂട്ടമായിട്ടുള്ളൊരു പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ കഴിയും.